ഇതാണ് നമ്മൾ വാങ്ങാറുള്ള കപ്പ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു യാത്ര ശരിക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട സാധനമാണ് കപ്പയും മീൻകറിയും അല്ലേ. അപ്പോൾ അത് കഴിക്കാനുള്ളൊരു ആഗ്രഹമായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇടയ്ക്കൊക്കെ കപ്പ കിട്ടാറുണ്ട്, പക്ഷെ അങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടില്ല സൂപ്പർ മാർക്കറ്റുകളിലൊന്നും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് ഏകദേശം ഒരു 30-35 കിലോമീറ്റർ അപ്പുറത്തായിട്ടൊരു സ്ഥലത്ത് കപ്പയൊക്കെ കിട്ടുന്ന ഒരു ഏഷ്യൻ സ്റ്റോറുണ്ട്. അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. അപ്പോൾ അവിടെ പോയി കപ്പ കിട്ടുവാണെങ്കിൽ നമുക്ക് ഫ്രോസൺ മത്തി കിട്ടും. അപ്പോൾ ഫ്രോസൺ മത്തി കപ്പയും ഇന്നുണ്ടാക്കാനുള്ളൊരു പ്ലാനിങ്ങാണ്. അപ്പോൾ ഒരാഗ്രഹമാണ് സത്യത്തിൽ. ഈ ഒരു പോക്ക് മിക്കവാറും വെറുതെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ എന്തെങ്കിലും ചുമ്മാ ഒരു വ്ളോഗായിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റോസ്മോളും കൂടെ ഇപ്പോൾ നേരെ ട്രിയറിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ഉണ്ട്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു കപ്പ മേടിക്കാൻ വേണ്ടി മാത്രമുള്ള യാത്രയാണ്. അപ്പോൾ നോക്കാം, ചുമ്മാ ഒരു തമാശയ്ക്ക് എടുക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. എന്തായാലും നമ്മൾ ട്രാവലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ട്രിയറിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം അല്ലേ. യെസ്, അങ്ങനെ നമ്മൾ ട്രിയർ സിറ്റിയിലേക്ക് കയറുവാണ്. സിറ്റി ആയിട്ടില്ല കേട്ടോ, കുറച്ച് ദൂരം അവിടെ ഉണ്ട്. കപ്പ കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് ജർമ്മനിയിൽ അങ്ങനെ കപ്പ കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്ഥലത്ത് കിട്ടാവുകയുള്ളൂ. നമ്മൾ നേരത്തെയൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മലയാളിക്കട എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനുണ്ട്. അതിൻ്റെ അകത്ത് മിക്കപ്പോഴും നമുക്ക് കപ്പയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ മലയാളിക്കടയിൽ ഒരു ആപ്ലിക്കേഷനാണ് അത്. അവരുടെ ഓൺലൈൻ സ്റ്റോറിലാണ് നമ്മളെപ്പോഴും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളത്. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി അതിൻ്റെ അകത്ത് പർച്ചേസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ജർമ്മനിലോട്ട് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഓൾ ഓവർ ജർമ്മനി അവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെലിവറി ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള മുളക് പൊടി, നമ്മുടെ പൊടി ഐറ്റംസും നമ്മുടെ പുട്ടുപൊടി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവരുടെ സ്റ്റോറിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് കിട്ടായിയൊന്നുമില്ല. ജർമ്മനിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എല്ലാ സാധനവും, പച്ചമുളക്, നമ്മുടെ പച്ചക്കറി ഐറ്റംസ്, എല്ലാ സാധനവും ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ ഒരു രസത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു പെട്ടെന്ന് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോഴാണ് ഇതുപോലെ നമുക്ക് അവൈലബിൾ ആകാതെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നേരെ ട്രിയറിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ട്രിയർ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ തന്നെയാണ് ഒരു ഏഷ്യൻ സ്റ്റോർ ഉള്ളത്. അവിടെ പോയി നോക്കാം. ഈ ട്രിയർ സിറ്റിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ള കേട്ടോ. അവിടെ കുറേ ചരിത്ര ഉറങ്ങുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ 1-2 എപ്പിസോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസിൽ നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ കണ്ടല്ലേ കട, അവിടെ പാർക്കിംഗ് ഒരെണ്ണമുണ്ട് നടുക്ക്. ഇതാണ് നമ്മുടെ കട. ഐ തിങ്ക് ഇതിനകത്തുണ്ടോ കട അടച്ചേക്കോ? എന്നാ പോളി. തുറന്നുണ്ട്. ഓപ്പൺ ഏഷ്യ. അപ്പോൾ നമ്മൾ ഏഷ്യൻ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കപ്പയുണ്ടോ എന്ന് നോക്കാം. പച്ചമുളക് മേടിച്ചു. രസം എന്നാന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചക്ക ഉണ്ട്. ആഗ്രഹം കൊണ്ട് വില ചോദിച്ചാൽ ചക്കയ്ക്ക് എത്ര രൂപയായിരുന്നു? 25 യൂറോ. എനിക്ക് അവരുടെ കണക്ക് തെറ്റിയാണോ എന്ന് അറിയത്തില്ല. കപ്പവറാണോ? നമുക്കിവിടെ കപ്പവറ കിട്ടും. കപ്പ ഇവിടെയാണ് ഉണ്ടാകാറുള്ളത്. ഇതാണ് നമ്മൾ വാങ്ങാറുള്ള കപ്പ. പിന്നെ എത്ര രൂപയായിരുന്നു പൈസ? നമ്മൾ പറയാം എന്നാ വെച്ച് 2 എടുത്തു വന്നോ? എന്തായാലും ഇവിടം വരെ വന്നല്ലേ.
ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കപ്പ. ഇങ്ങനെ ഫ്രോസൺ ആയിട്ടാണ് വരുന്നത്. ഫ്രഷ് കപ്പയുണ്ട് ഇവിടെ, പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ലത്. നമ്മൾ പണി എളുപ്പം. സെയിം പാക്കറ്റാ. ഇതാണ് കേട്ടോ കപ്പയുടെ റേറ്റ്. 1.99 ഒരു പാക്കറ്റിന്, 3.98, ഏകദേശം 4 യൂറോ. 94, 36, 360 രൂപ എടുത്താവും. എന്നാലും വലിയ റേറ്റ് ഒന്നുമില്ല കപ്പയ്ക്ക് കേട്ടോ. പക്ഷെ ചക്കയുടെ റേറ്റ് ആണ് സത്യത്തിൽ കണ്ണ് തള്ളിപ്പോയത്. അത് പറഞ്ഞത് തെറ്റായതാണോ എന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ കപ്പ അവിടെ നിന്ന് വാങ്ങിച്ചു. ഇനിയിപ്പോൾ നേരെ നമ്മുടെ സ്ഥലത്തേക്ക്, ഹെർമസ്കെയിലേക്ക്. കപ്പ മേടിച്ചതല്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും ചക്ക ഇരിക്കണ കണ്ടപ്പോൾ ഒരു ആഗ്രഹം. ഞങ്ങളൊരു ചെറിയൊരു കഷ്ണമായിട്ടുള്ളൊരു പീസ് ഉണ്ടായിരുന്നു. ആ ഒരു പീസ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അവരോട് തൂക്കിയിട്ട് പറഞ്ഞത് ഏകദേശം എത്ര 25 യൂറോ എന്നല്ലേ പറഞ്ഞത്. എനിക്കറിയത്തില്ല അവർക്ക് മാറിപ്പോയതാണോ ഇനി ശരിക്കും അത്രയും തന്നെ ഉണ്ടോ എന്നുള്ളത്. നമുക്ക് നാട്ടില് ആർക്കും വേണ്ടാത്ത സാധനം, പക്ഷെ ഇപ്പോൾ ചക്കയ്ക്കൊക്കെ ഡിമാൻഡായിട്ടുള്ളത്. എന്തായാലും കൊള്ളാം. അത് എവിടെ നിന്ന് തന്നെ ആയിരിക്കും അല്ലേ? നാട്ടിനോട്ട് തന്നെ ആണോ? ഇനിയിപ്പോ ഈ തായ്ലാന്റിൽ നിന്നൊക്കെ ഈ കപ്പയൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നത് തായ്ലാന്റ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് തോന്നുന്നത്. ഏഷ്യൻ കൺട്രീസ്, ആഫ്രിക്ക. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആയിരിക്കണമെന്നില്ല, പക്ഷെ മലയാളി കടയിലൊക്കെ നാട്ടിൽ നിന്ന് തന്നെയാന്ന് തോന്നുന്നല്ലേ കുറെ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ എന്തായാലും ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാ. വീട്ടിൽ പോയി കപ്പയും മത്തി വറുത്തതും ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. അതെ, മറ്റേ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ആര് മീൻ വെട്ടും, ആര് കപ്പ ഉണ്ടാക്കും? കപ്പ ഞാൻ ഉണ്ടാക്കും, മീൻ വെട്ടും, മീൻ വറുക്കും. ഇന്ന് വറുത്ത് തന്നെ മീൻ വറുക്കാം. മീൻ കറി ഇരിപ്പുണ്ട്, അപ്പൊ ഇന്ന് മീൻ വറുക്കാം. ഓക്കെ, കപ്പ ചെയ്യാൻ ഭയങ്കര എളുപ്പാണ് അമ്പാനെ. നോക്കട്ടെ. അപ്പോൾ നമ്മൾ പോയിട്ട് മത്തി വാങ്ങിച്ചിട്ട് വന്നു. ഇതാണ് ഫ്രോസൺ മത്തി. നമ്മുടെ മുമ്പുള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഇതിന് ഏകദേശം 5 യൂറോ ആണ് ഇവിടെ. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ നാട്ടിലെ ഒരു മത്തിയുടെ ടേസ്റ്റൊക്കെ തന്നെ കിട്ടും. പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന കപ്പ. ഇതിൻ്റെ അകത്ത് ഇവർ ഇങ്ങനത്തെ എന്തോ ഒരു സംഭവം ഇടും. എനിക്ക് തോന്നുന്നത് കേടായി പോകാതിരിക്കാനാണ്. പക്ഷെ നമ്മൾ 2-3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടും ഒരു കുഴപ്പമില്ലാത്തൊരു സാധനം കേട്ടോ. ഇതവരുടെ ആ ബ്രാൻഡിങ് എന്തോ ട്രീ കോക്കനട്ട് എന്നൊക്കെ പറഞ്ഞാണ്. കണ്ടോ, കസാവയോ. അപ്പോൾ ഇതാണ് ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ പോവാണ്. എന്തായാലും നമുക്ക് മീൻകറി ഇരിപ്പുണ്ട് ഇന്ന്. അപ്പോൾ പിന്നെ മീൻകറിയുടെ കൂട്ടത്തിൽ മത്തി വറുത്തതും കപ്പയും. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ. അതിൻ്റെ അകത്ത് എന്താ സംഭവം? ആ ഒരു അത് മറ്റേ ചിയാസീഡ് പോലത്തെ സാധനമാണ്. മറ്റേ എള്ളുള്ള അങ്ങനെ പറയില്ല, അങ്ങനെ എന്തോ ആണ്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ കപ്പ നമ്മൾ ഫ്രോസൺ ആയിട്ട് വാങ്ങുമ്പോഴത്തേക്കും കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ അതേ കപ്പ തന്നെ പൊളിച്ച്, പക്ഷെ ഇങ്ങനെ മേടിക്കുന്ന കപ്പ ഒത്തിരി വേസ്റ്റ് ഒന്നും വരാറില്ല. മറ്റേ നമ്മൾ ഫ്രഷ് കപ്പ വാങ്ങുമ്പോഴത്തേക്കും മിക്കപ്പോഴും മറ്റേ കയ്പ്പാകാറുണ്ട് അല്ലേ? പക്ഷെ ഇതങ്ങനെ കാണാറില്ല. ഇതാണ് നമുക്ക് പാക്കറ്റിൽ വരുന്ന മത്തി. നമ്മുടെ മത്തി തന്നെ അല്ലേ? മണം തന്നെയാണ്. അതെ, ഇനിയിപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഫ്രോസൺ കപ്പ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമുണ്ട്. വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇതുപോലെ കണ്ടിക്കുക, നമ്മൾ വേവിക്കാൻ വെക്കുക. മറ്റേ കപ്പയുടെ അത്ര ഒന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ടേസ്റ്റ് വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ കപ്പ തുണ്ടം പുഴുങ്ങുവാണ്, വേറെ നമ്മുടെ അരച്ച് അല്ലേ അങ്ങനെയല്ലല്ലോ ഉണ്ടാക്കുന്നത്. ചുമ്മാ വേവിക്കുകയാണ്. നമ്മൾ വെറുതെ തുണ്ടം പുഴുങ്ങിയിട്ട് മത്തി വറുത്തായിട്ട് കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും കൊത്തി നുറുക്കിയിട്ട് തേങ്ങ അരച്ചാണ് നമ്മൾ വെക്കാറുള്ളത്. പ്രാവശ്യം അരപ്പൊന്നും ഇല്ലാതെ വെറുതെ ഉണ്ടാക്കാം. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മത്തി
നമ്മൾ മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി മത്തിയും കൂടെ വറുത്താൽ സെറ്റ്. അപ്പം നമ്മൾ മീൻ വറുക്കാനുള്ള പരിപാടിയാണ്. റോസ്മോള് മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കപ്പ വെച്ചപ്പോഴത്തേക്കും ചെറുതായിട്ട് വേവ് കൂടിപ്പോയി. എന്നാൽ പിന്നെ അരപ്പുണ്ടാക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ച്. അപ്പം ഇനി നമുക്ക് മത്തി വറുക്കാം. ഞാൻ ചുമ്മാ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ട് വറുക്കുന്നതാണ്. ശരിക്കും റോസ്മോളാണ് ഞങ്ങളുടെ മെയിൻ ഷെഫ്. അല്ല റോസ്മോൾ, രണ്ടായിട്ട് വറുക്കാം. അങ്ങനെ രണ്ടാമത്തെ നമ്മുടെ മീൻ വറുത്തോണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പ റെഡിയായി. ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ മീനും വറുത്തു. ഇപ്പോഴത്തെ സമയം നോക്കിയേ, ഏകദേശം 8:30 മണിയായില്ലേ? രാത്രി 8:30 ആയി. പക്ഷെ ഇവിടെ ഒരു 9:30 ആകുമ്പോഴേ ഇരുട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. നമ്മുടെ ഡാം ഫ്ലോസിലെ ഈ വീട്ടിലെ ഒരു ലാസ്റ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇവിടുന്ന് മറ്റൊരു സിറ്റിയിലേക്ക് മാറിപ്പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരത്താണ്. കഴിഞ്ഞൊരു 10 മാസത്തോളം നമ്മൾ താമസിച്ചൊരു സ്ഥലമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ വല്ലാത്തൊരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വന്ന സമയത്ത് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സമ്മറിൽ ഈ വീട് അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുതിയ സ്ഥലത്ത് ചെന്നിട്ട് പുതിയ വീട് റെൻ്റ് എടുക്കണം. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ എന്തായാലും ഒരാഗ്രഹമായിരുന്നു. ചുമ്മാ ഞങ്ങൾ ശരിക്കും പുറത്ത് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ കപ്പ ഉണ്ടെങ്കിൽ മേടിക്കാം എന്നൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ കിട്ടിയില്ല. പിന്നെ നമ്മൾ പോയി സാധനം ഒപ്പിച്ചു. ഇനിയിപ്പോൾ കപ്പയൊക്കെ കഴിച്ചിട്ട് അത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ ഒരു സജഷനായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും മുകളിൽ പോയി. കാരണം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി, അതുപോലെ നമ്മുടെ ചാനൽ ചെറുതായിട്ട് മോണിറ്റൈസ്ഡായി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഈ ചില സമയത്ത് നമ്മുടെ ഡ്യൂട്ടിയുടെ കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പറയുക. കാരണം നമ്മളൊരു ജസ്റ്റ് ഒരു ആഗ്രഹത്തിൻ്റെയും ഒക്കെ പുറത്ത് തുടങ്ങിയൊരു ചാനലാണ്, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇതിനകത്ത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് തടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു ഇതാണ്. ഇപ്പം അത് മാറി മാറി വരുന്നുണ്ട്. നമുക്ക് ആദ്യം ക്യാമറയിലൊക്കെ എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ട് പയ്യൻ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്ത് അങ്ങനെ കുറച്ചും കൂടെ സെറ്റായിട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ. ഇനി റോസ്മോൾക്ക് എന്നാ പറയാനുള്ളത് നോക്കാം. ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ലൊരു വീടായിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ശരിക്കും റോസ്മോള് മാൾട്ടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്നത് തന്നെ. കാരണം ഇവിടുത്തെ സിറ്റിയിലെ പേപ്പർ വർക്കൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു. ശരിക്കും റോസ്മോള് വന്ന് കയറിയ വീടാണ്. ഇപ്പോൾ വീടിൻ്റെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിനുള്ള പരിപാടിയൊക്കെ ആയതുകൊണ്ട് വീടിൻ്റെ അകത്തൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് ഈ കുഞ്ഞു കുഞ്ഞു ബൗളുകൾ. അതിൻ്റെ അകത്ത് നമ്മുടെ പാത്രങ്ങളൊക്കെ പകുതിയും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, കഴിച്ചിട്ട് വയറ് ഫുള്ളാക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയ വീഡിയോ ആയിരുന്നു. താങ്ക് യു.